വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, ഈ ഇങ്ങനൊരു അഭിസംബോധന ചെയ്യുന്നത് 100% സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എൻ്റെ 5ാം വയസ്സിൽ ഞാൻ പരിചയപ്പെട്ട ജോർജ് ജോസഫ് എന്ന നുണ്ണൻ മുതൽ 1 വർഷം മുമ്പ് എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടായ ടീച്ചർ വരെ, അങ്ങനെ നീണ്ട പ്രിയപ്പെട്ട ഒരുപാട് പേരാണ് മുന്നിലിരിക്കുന്നത് എന്നുള്ള ഒരു വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളൊരു സംഭാഷണം എന്നുള്ള നിലയിൽ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാവുന്ന ഒരു ചർച്ചയാണ് എന്നുള്ളതാണ് സന്തോഷം. പറയാനുള്ള വിഷയമാണെങ്കിൽ കഥ, ജീവിതം, അനുഭവം എന്നതാണ്. അപ്പം അനുഭവത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഞാൻ കേരളോർമ കോളേജിൽ നിന്നാണ് PG എടുത്തത്. അപ്പോൾ അക്കാലത്ത് ഞങ്ങൾ കേരളോർമ കോളേജിലെ അധ്യാപകർ പലരും വലിയ മടിയന്മാരായിരുന്നു. അപ്പോൾ പലരും പഠിപ്പിക്കാൻ ക്ലാസ്സിൽ വരില്ല. പലരും തൊട്ടടുത്തുള്ള വീട്ടിലൊക്കെ ഉള്ളവർ സമയത്ത് നമ്മൾ വിളിക്കാൻ ചെന്നാൽ പറയും ഉറങ്ങണം എന്നൊക്കെ പറയും. അന്നൊന്നും ഇപ്പോഴത്തെ അന്തരീക്ഷം പോലെ ഇത് വിചാരിച്ചിട്ടാണ് ഞാൻ അടുത്ത കാലത്ത് കോളേജിൽ പഠിപ്പിക്കാൻ ചെന്നത്. നിർഭാഗ്യവശാൽ കോളേജിൻ്റെ അന്തരീക്ഷം മൊത്തം മാറി. ടീച്ചേഴ്സിന് കടുത്ത വർക്ക് ലോഡുള്ള അന്തരീക്ഷത്തിലായി. എൻ്റെ കാലത്തെ ഞാൻ വിചാരിച്ചു പത്രപ്രവർത്തനത്തിലൊരു സ്വസ്ഥതയില്ലായിരുന്നു. അപ്പോൾ ടീച്ചറാകുമ്പോൾ ഒരുപാട് ഒഴിവ് സമയം കിട്ടും, ഇഷ്ടംപോലെ അന്നത്തെ അധ്യാപകരുടെ ഓർമ്മയിൽ കരുതി. പക്ഷെ നേരെ തിരിച്ചായിരുന്നു കോളേജിലെ അന്തരീക്ഷം. അത് പോട്ടെ. അപ്പോൾ അന്ന് ഞങ്ങളുടെ വിദ്യാഭ്യാസം മുഴുവൻ അന്ന് സാഹിത്യ അക്കാദമിയിലായിരുന്നു. അപ്പോൾ അന്ന് MT വാസുദേവൻ നായരാണ് സാഹിത്യ അക്കാദമി അധ്യക്ഷൻ, മോഹനവർമ്മ സാറാണ് സെക്രട്ടറി. അപ്പോൾ അന്ന് ഇന്ത്യയിലെ ഒട്ടുമിക്ക എഴുത്തുകാരെയും MT വാസുദേവൻ നായർ സാഹിത്യ അക്കാദമിയിൽ കൊണ്ടുവന്നു. അപ്പം ഞങ്ങൾ കേരളോർമയിലെ വിദ്യാഭ്യാസത്തേക്കാൾ പ്രധാനം പുറത്തുനിന്ന് ആയതുകൊണ്ട് ഞങ്ങൾ സാഹിത്യ അക്കാദമിയിലെ ഈ മുഴുവൻ എഴുത്തുകാരെയും, ഇന്ത്യയിലെ അജിത് കൗർ, നിർമ്മൽ വർമ്മ, ഇന്ദിരാ ഗോസ്വാമി, ഇങ്ങനെ ഒരുപാട്, ഇന്ത്യയിലെ ചന്ദ്രശേഖര കമ്പാർ, ഇങ്ങനെ ഇന്ത്യയിലെ ഒട്ടുമിക്ക എഴുത്തുകാരും അക്കാലത്ത് സാഹിത്യ അക്കാദമിയിൽ വന്നിരുന്നു. അപ്പോൾ അജിത് കൗറിൻ്റെ ആത്മകഥ അന്ന് അക്കാലത്ത് മാതൃഭൂമിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. താവളമില്ലാത്തവർ എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കേണ്ട ഒരു ആത്മകഥയാണ്. അപ്പോൾ നമ്മൾ അതുവരെ ഒരു തുറന്നെഴുത്തായിട്ട് എപ്പോഴും നമ്മൾ ആഘോഷിക്കുന്നതും വായിക്കുന്നതും മാധവിക്കുട്ടിയുടെ എൻ്റെ കഥയാണ്. പക്ഷെ നമുക്കൊക്കെ അറിയാം മാധവിക്കുട്ടിയുടെ, നിങ്ങൾ എഴുതാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്കറിയാം മാധവിക്കുട്ടിയുടെ എൻ്റെ കഥയിൽ ഒരു പകുതി പ്രജ്ഞയിൽ നിഴലുന്നില്ലാവെന്ന് പറയുന്ന പോലെ ഒരു പകുതി മാത്രമേ അതിൽ ആത്മകഥയാവുന്നുള്ളൂ, ബാക്കി പകുതി അത് ഫിക്ഷൻ തന്നെയാണ് എന്ന് നിങ്ങൾക്കും എനിക്കുമൊക്കെ അറിയാം. പക്ഷേ അജിത് കൗറിൻ്റെ ആത്മകഥ അങ്ങനെയല്ലായിരുന്നു. അത് സത്യത്തിൻ്റെ, എന്താ പറയുക, സത്യത്തിൻ്റെ രക്തം കൊണ്ട് എഴുതിയ ഒരു ആത്മകഥയായിരുന്നു. ഞാൻ അപ്പോഴാണ് വേറെ റിലേഷൻഷിപ്പിനൊക്കെ കുറിച്ചൊക്കെ ഒരു സ്ത്രീ സത്യസന്ധമായിട്ട് എഴുതുന്നതിൻ്റെ അതിൻ്റെ തീവ്രതയൊക്കെ ഏറ്റവും നന്നായിട്ട് വായിച്ചൊരു പ്രായം. പ്രത്യേകിച്ച് നമുക്ക് ആ ഒരു 10, 20, 21 വയസ്സിലൊക്കെ നമുക്ക് ആ സത്യസന്ധത നമുക്ക് നന്നായി ഫീൽ ചെയ്യുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഈ എഴുത്തുകാരെല്ലാം നമ്മളോട് പറയുന്നത് ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് നല്ല ഫിക്ഷൻ, നല്ല സാഹിത്യം ഉണ്ടാവാത്തത് എന്നതിൻ്റെ പ്രധാന കാരണമായിട്ട് പറയുന്നത് എഴുത്തുകാർക്ക് വേണ്ടത്ര അനുഭവങ്ങളില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ നല്ലൊരു കഥയോ നോവലോ ഉണ്ടാവാത്തത്. കേരളത്തിൽ വലിയ യുദ്ധങ്ങൾ നടന്നിട്ടില്ല, വലിയ കലാപങ്ങളോ വലിയ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്, എഴുത്തുകാരുടെ അനുഭവത്തിൻ്റെ കുറവ് കൊണ്ടാണ് നല്ല സാഹിത്യം ഉണ്ടാകാത്തത് എന്നായിരുന്നു അന്ന് ഈ പറയുന്ന എല്ലാ എഴുത്തുകാരും നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നീട് നമ്മൾ എഴുതാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ ഒരു സത്യം തിരിച്ചറിയുന്നത്. എഴുത്തുകാരനെ സംബന്ധിച്ചുള്ള റിയാലിറ്റിയല്ല എഴുത്തുകാരിയെ സംബന്ധിച്ചുള്ള റിയാലിറ്റി. എഴുത്തുകാരന് ഈ പറഞ്ഞതുപോലെ അനുഭവത്തിൻ്റെ കുറവാണെങ്കിൽ എഴുത്തുകാരിക്ക് ഒരിക്കലും അനുഭവത്തിൻ്റെ കുറവല്ല, അവളുടെ സമയത്തിൻ്റെ കുറവാണ് അവളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം. നമ്മളിപ്പോൾ ഇന്ന് സംസാരിക്കുന്ന അന്തർജനത്തിൻ്റെ പേരിലുള്ളൊരു സംഘടനയാണ്. അപ്പോൾ അന്തർജനത്തിൻ്റെ നമുക്കറിയാം ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ കൃതിയാണ് അഗ്നിസാക്ഷി. അഗ്നിസാക്ഷി ഒരു ചെറിയ നോവലാണ്. പിന്നീട് ഇപ്പോഴൊക്കെ നമ്മൾ നോക്കുമ്പോൾ വയലാർ അവാർഡ് കിട്ടുന്നത് വലിയ ബൃഹദാഖ്യാനങ്ങൾക്കാണ്. പക്ഷേ അഗ്നിസാക്ഷിയുടെ അവസാനം അന്തർജനം പറയുന്ന ഒരു വാചകമുണ്ട്. അക്കാലത്ത് വായിക്കുമ്പോൾ എനിക്കത് ഭയങ്കര ആശങ്കയും സങ്കടമൊക്കെ തോന്നുമായിരുന്നു. അന്തർജനം പറയുന്നുണ്ട്, നോവൽ പോലുള്ള ഒരു വലിയ സാഹിത്യരൂപം എഴുത്തുകാരികൾക്ക് പലപ്പോഴും അസാധ്യമാവും. അതിന് പ്രധാന കാരണം അവർക്ക് ഒരു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ നിന്ന് കുറച്ച് സമയം വിട്ടുനിന്ന് ഒരു ചെറിയ കഥയോ കവിതയോ ഒക്കെ എഴുതാൻ സമയം കിട്ടിയേക്കും. പക്ഷെ നോവൽ പോലുള്ളൊരു ബൃഹദാഖ്യാനത്തിന് പലപ്പോഴും എഴുത്തുകാരികൾക്ക് സമയം കിട്ടില്ല. അന്ന് ഇത് വായിക്കുമ്പോൾ എനിക്ക്
നമുക്ക് ജീവിതത്തെക്കുറിച്ച്, പിന്നീടുള്ള ഭാവിയിലുള്ള ജീവിതത്തെക്കുറിച്ച് നമുക്ക് ഒരുപാട് ആശങ്കകളുണ്ട്. ആ ആശങ്ക കൂട്ടുന്നൊരു, ഞാൻ വിചാരിക്കും എഴുത്തുകാരികളുടെ അവസ്ഥ ഇതായിരിക്കും. ഒരിക്കലും അവർ കുടുംബം എന്നുള്ള കെട്ടുപാടിൽ അവർക്ക് പലപ്പോഴും എഴുതാൻ പറ്റാതെ വരുമോ, ഇങ്ങനെ നമ്മുടെ ആശങ്കകളെ കൂട്ടുന്നു. പക്ഷേ ഈ മധ്യവയസ്സിൽ ഇത് വായിക്കുമ്പോൾ അത് എനിക്കൊരുപാട് ഉത്തരങ്ങൾ തരുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിൽ അന്ന് അന്തർജനം നിറച്ച ആ ഒരു ചിന്തയുണ്ട്. ആ ചിന്ത നമ്മളെ അതിനെതിരെ നിൽക്കാൻ എന്ത് വേണം എന്ന് ചിന്തിക്കുകയാണ്, പ്രേരിപ്പിക്കുക കൂടിയായിരുന്നു ചെയ്തത്. പിന്നീട് നമ്മൾ എല്ലാ എഴുത്തുകാരും പൊതുവെ ഭാവനാസമ്പന്നരാണ്, ഭാവനാജീവികളാണെന്നൊക്കെ പറയുമല്ലോ. പക്ഷേ ഞാനത് പറഞ്ഞപ്പോഴാണ് നുണ്ണനായിട്ടുള്ള റിലേഷൻഷിപ്പിനെ പറയുമ്പോൾ, നുണ്ണൻ എൻ്റെ വീട്ടിൽ TV കൊച്ചുബാവയുടെ കൂടെയാണ് നുണ്ണൻ എൻ്റെ വീട്ടിലേക്ക് വരുന്നത്. അപ്പം നുണ്ണൻ അന്ന് ഞാനൊരു കറുത്തിരുണ്ട കുട്ടിയായിരുന്നു. അപ്പോൾ എൻ്റെ നാട്ടുകാരും അടുപ്പമുള്ളവരൊക്കെ എന്നെ കാക്കാന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എന്നെ നാട്ടിൽ നുണ്ണനും എനിക്ക് അവിടുന്ന് ഭയങ്കര കുസൃതിയും കുഴപ്പങ്ങളും പിന്നെ നല്ല കറുപ്പൊക്കെയുള്ള ഒരു ചുരുണ്ട് ഓപ്ര വിൻഫ്രിയുടെ പോലത്തെ പിരിവിരുന്നനെയുള്ള മുടിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ മുടിയുള്ളൊരു കറുത്ത കുട്ടി എന്നുള്ള നിലയ്ക്ക് ഇവരെല്ലാം എന്നെ കാക്കാന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അന്ന് ഈ ബോഡി ഷെയ്മിങ്ങിനെ കുറിച്ചൊന്നും ചിന്തിച്ചില്ല. അന്ന് എനിക്ക് ആ വാക്കൊന്നും അറിയില്ലായിരുന്നു. പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ നുണ്ടനെ പോലുള്ളവർക്കെതിരെ കേസൊക്കെ കൊടുക്കേണ്ടതാണ്. കാരണം നുണ്ടൻ എനിക്കെന്നും കത്തെഴുതും, കാക്കേ നിന്നെ കടിക്കാൻ ഞാൻ ഇവിടെ നിന്ന് ഉറുമ്പിനെ അയക്കുന്നു. അപ്പം എനിക്ക് ഉറുമ്പുകളെയൊക്കെ നമ്മുടെ വീട്ടിൽ കാണുമ്പോൾ ഞാൻ ആലോചിക്കും, നുണ്ണൻ കൊച്ചിയിൽ നിന്ന് അയക്കുന്ന ഉറുമ്പുകളാവും എന്നെ ഈ കടിക്കാൻ വരുന്നത്. അപ്പം എനിക്ക് ആ നുണ്ണൻ്റെ വളരെ മനോഹരമായ കയ്യക്ഷരമാണ്. അപ്പോൾ TV കൊച്ചുബാവയുടെ കഥ പകർത്താനും സഹായിക്കാനൊക്കെ ആയിട്ട് നുണ്ണൻ്റെ മനോഹരമായ കയ്യക്ഷരത്തിലേക്ക് മാറ്റാനൊക്കെ ആയിട്ടാണ് വരാറ്. അപ്പം എനിക്ക് നുണ്ണനോട് താങ്ക്സ് ഉണ്ട്. കാരണം ഒരു ഉറുമ്പിനെ പോലും ഭാവനയുടെ ഒരു കാഴ്ചപ്പാടിലൂടെ കാണാൻ ഒരു 5 വയസ്സുള്ള കുട്ടിക്ക് ട്രെയിനിങ് നൽകിയ ആളാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ അന്തർജനത്തിൻ്റെ ഈ ഒരു പ്രസ്താവന നമ്മൾ അന്ന് വായിക്കുമ്പോൾ നമ്മൾക്ക് ആശങ്കകളാണെങ്കിൽ ആ ആശങ്കയോടൊപ്പം തന്നെ നമ്മൾ അതിനെതിരെ ഫൈറ്റ് ചെയ്യണം എന്നുള്ളൊരു പ്രേരണ കൂടി അതിനകത്ത് തരുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ 20 വയസ്സിൽ കണ്ണീർപ്പാടം വായിക്കുമ്പോൾ എങ്ങനെ രഞ്ജിക്കാനാണ് എന്നുടെ സങ്കല്പവും നിന്നുടെ യാഥാർത്ഥ്യവും എന്ന് പറയുമ്പോൾ ഞാൻ അതൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കല്യാണം കഴിച്ച് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിച്ച് ഒരു മിഡിൽ ഏജിൽ ഞാൻ അവർ വായിക്കുമ്പോൾ എനിക്കതിന് ഒരുപാട് അർത്ഥങ്ങൾ തിരിഞ്ഞു കിട്ടുന്നുണ്ട്. എങ്ങനെ രഞ്ജിക്കാനാണ് എന്നുടെ സങ്കല്പവും നിന്നുടെ യാഥാർത്ഥ്യവും എന്നുള്ള ഓരോ വരിക്കും അർത്ഥങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. അതുപോലെ നമ്മൾ ഈ 20 വയസ്സിൽ അല്ലെങ്കിൽ 15 വയസ്സിൽ നമ്മൾ ഖസാക്കിൻ്റെ ഇതിഹാസം വായിക്കുമ്പോൾ നമ്മൾ രോമാഞ്ചം കൊണ്ട വരികൾക്കൊന്നും നമുക്ക് ഇപ്പോൾ 40കളിൽ നമുക്ക് അങ്ങനെ രോമാഞ്ചം കൊള്ളാൻ പറ്റുന്നില്ല. അപ്പം നമ്മുടെ ഓരോ കാലത്തിനും ഓരോ വായനയുണ്ടെന്ന് പറയാം. അതുപോലെ ഈ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ബോഡി ഷെയ്മിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മൾ പറയും MT വാസുദേവൻ നായരുടെ കർക്കിടകം എന്നുള്ള കഥ. അത് ഞാൻ കോളേജിൽ ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് ആദ്യമായിട്ട് പഠിപ്പിക്കാൻ കിട്ടിയത് കർക്കിടകം എന്നുള്ള MTയുടെ കഥയാണ്. അപ്പോൾ അതിനകത്ത് ഒരു കുട്ടി വിശന്ന് വീട്ടിൽ വരുന്നു, അവന് ഭക്ഷണമില്ല, അങ്ങനെ അതാണല്ലോ ഉണ്ണിയടങ്ങളെല്ലാം വായിച്ച കഥയായിരിക്കും. അപ്പോൾ ആ കഥ പറയുമ്പോൾ MT വാസുദേവൻ നായർ അതിൽ രാത്രി കുട്ടി ഇങ്ങനെ വിശന്നിരിക്കുക. അപ്പോൾ തൻ്റെ തൊടിയിൽ വാഴ ഇലയുടെ ഇല അനങ്ങുന്നുണ്ട്. അപ്പോൾ ഈ MT വാസുദേവൻ നായർ എഴുതിയിരിക്കുകയാണ്, ഈ വാഴയിലകൾ ചെറുമക്കിടാങ്ങളെ പോലെ തോന്നിച്ചു എന്നാണ് MT വാസുദേവൻ നായർ എഴുതിയിരിക്കുന്നത്. അപ്പം നമുക്കറിയാം MTയുടെ ശീലങ്ങൾ നമുക്കറിയാം. MT ഒരിക്കലും അത്തരം ജാതിയുടെ ബോധങ്ങളൊന്നും സൂക്ഷിക്കുന്ന ആളല്ല. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ആ കഥ പഠിപ്പിക്കാൻ വേണ്ടി വായിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ആ വരി കളഞ്ഞിട്ടാണ് വായിക്കാറ്. കാരണം എനിക്കറിയാം ഈ കാലഘട്ടത്തിൽ ഒരു ക്ലാസ് മുറിയിൽ ഏറ്റവും പുതിയതായിട്ട് ചിന്തിക്കുന്ന കുട്ടികളുടെ മുമ്പിൽ നമ്മളെങ്ങനെയാണ് ഇങ്ങനെ ഒരു വരി വായിക്കുക. വാഴയുടെ ഇലകൾ ചെറുമക്കിടാങ്ങളെ പോലെ തോന്നിച്ചു എന്ന് പറയുന്ന ഒരു വരി നമ്മളെങ്ങനെ വായിക്കും? അപ്പോൾ MT വാസ് നമുക്കറിയാം, MTക്ക് അത്തരം ജാതിബോധങ്ങൾ അദ്ദേഹത്തിൻ്റെ കഥകളില്ല. അദ്ദേഹത്തിന് അത്തരം വ്യക്തിപരമായിട്ടും MTയൊക്കെ നമുക്ക് നിരീക്ഷിച്ചാലൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്, അദ്ദേഹത്തിനില്ല. പക്ഷെ അത് ആ കാലഘട്ടത്തിൽ അതൊരു ശരികേടായിട്ട് ആ കാലം വായിച്ചില്ല. അതുപോലെ തന്നെ ഞങ്ങൾ 90കളിൽ എഴുതി തുടങ്ങിയ ആളുകളാണ്. അപ്പോൾ 90കളിൽ ഈ പറഞ്ഞതുപോലെ ഞാൻ പലയിടത്തും പറയാറുള്ളതാണ്, അന്ന് കേരളത്തിൽ 2 ചർച്ചകളാണ് പ്രധാനമായിട്ടും. മാതൃഭൂമി വാരാന്ത പതിപ്പിൽ അന്ന് വളരെ KC നാരായണൻ സാറുള്ള സമയമാണ്. അപ്പോൾ KC നാരായണൻ സാറ് മുന്നോട്ട് വെച്ച 2 പ്രധാന ചർച്ചകളാണ്. ഒന്ന് മലയാളം മരിക്കുന്നു,
ഒന്നാമത്തെ ചർച്ച. രണ്ടാമത്തെ ചർച്ച ഫെമിനിസത്തെക്കുറിച്ചായിരുന്നു. അപ്പം നമ്മൾ നോക്കുമ്പോൾ കേരളത്തിലെ എഴുത്തുകാരികൾ രണ്ട് പക്ഷമായി തിരിഞ്ഞ് അക്ഷരാർത്ഥത്തിൽ തിരിഞ്ഞുകൊണ്ട് ഒരു വിഭാഗം പറയുന്നു ഫെമിനിസം വേണ്ട, ഫെമിനിസം ഇങ്ങനെ ഫെമിനിസത്തെ അടച്ചാക്ഷേപിക്കുന്നത്, എന്തിനാണ് ഇന്ന് നിങ്ങൾ അതിലൊരാൾ ചോദിച്ച ചോദ്യം ഇങ്ങനെ. അപ്പോൾ സാറ ടീച്ചറും ചന്ദ്രികയൊക്കെ മാത്രമാണ് ഒരുപക്ഷെ ഫെമിനിസത്തിന് വേണ്ടി നിലകൊണ്ടത്, കുറച്ച് പേര്, വേറെ കുറച്ച് പേര്. മറുപക്ഷത്ത് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇപ്പം സ്ത്രീകൾ പെണ്ണെഴുതിയാൽ പെണ്ണെടുത്തെങ്കിൽ നാളെ ഹിജടകൾ എഴുതിയാൽ നിങ്ങൾ എന്ത് വിളിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ അന്ന് ആ കാലം അതിലൊരു തെറ്റ് കണ്ടില്ല. അതിൻ്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ചൊന്നും ആ കാലം ചർച്ച ചെയ്തില്ല. എല്ലാവരും അതിലൊരു അനീതിയും കണ്ടില്ല. ഹിജടകൾ എന്ന് അങ്ങനെ അത്തരത്തിൽ അടച്ച് ആക്ഷേപിക്കുന്നവരുടെ നീതിയെക്കുറിച്ച് ആ കാലത്തെ സമൂഹം ചിന്തിച്ചില്ല. പക്ഷേ ഇന്നത്തെ കാലത്താണെങ്കിൽ ആ അഭിപ്രായം അന്ന് അങ്ങനെ പറഞ്ഞയാൾക്ക് ഇന്നങ്ങനെ പറയാൻ കഴിയില്ല. കാരണം ഇന്നത്തെ കാലം അയാളെ അതിനെ അനുവദിക്കില്ല. നമ്മളിപ്പോൾ ഫേസ്ബുക്കിലെ ജോസഫ് സാറിൻ്റെ കാര്യത്തെക്കുറിച്ച് മാത്യു ചേട്ടൻ പറഞ്ഞു. പക്ഷേ അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്, പല മുതിർന്ന എഴുത്തുകാരും പറയുന്നത് കേൾക്കാം, എന്തുകൊണ്ടാണ് ഈ എല്ലാം ഇങ്ങനെ എപ്പോഴും പ്രകാശനം നടക്കുന്നു, ഒരുപാട് കവികൾ ഫേസ്ബുക്കും സമൂഹ മാധ്യമങ്ങളും കാരണം എഴുതുന്നു, ഇതിനൊരു മാനദണ്ഡം വെക്കണം എന്ന് പല എഴുത്തുകാരും പറയുന്നത് കേൾക്കാം. പക്ഷെ സോഷ്യൽ മീഡിയ വളരെ ശക്തമായതുകൊണ്ടും എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള ഒരു സ്ഥാനം അവിടെ, ഡെമോക്രസി അവിടെ ഉള്ളത് കൊണ്ടും എല്ലാവരും അങ്ങനെ പറയുന്ന പല എഴുത്തുകാരെയും കൃത്യമായിട്ട് അവിടെ വിചാരണ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു നന്മയെ കാണാൻ, അതായത് ഒരു വിഭാഗത്തിന് മാത്രം നമുക്ക് ഇതിൻ്റെ സാഹിത്യത്തിൻ്റെ ഒരു ചരിത്രം നോക്കിയാൽ അറിയാം. ഒരു കാലത്ത് സവർണ വിഭാഗക്കാർക്കും തമ്പുരാട്ടികളും മാത്രം എഴുതിയിരുന്ന അവർ തിരുവാതിരപ്പാട്ടും ഈശ്വരസ്തുതികളും മാത്രം എഴുതിയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് എല്ലാ വിഭാഗത്തിലുള്ള എഴുത്തുകാർക്ക് എഴുതാനുള്ള അവകാശത്തിലേക്ക് കടക്കുന്നു. അതിൽ തന്നെ അങ്ങനെ കുറേ കഴിയുമ്പോൾ അതിൽ തന്നെ ഒരു വിവേചനം വരുന്നു. അതിലെഴുതി തെളിഞ്ഞവർ മാത്രം എഴുതുന്ന അവരുടെ കൃതികൾ മാത്രം പ്രസിദ്ധീകരിക്കുന്ന ഒരു സംവിധാനം വരുന്നു. അതിൽ നിന്ന് കുറേ കൂടി ഡെമോക്രസിയിലേക്ക് കാലം മാറുമ്പോൾ അതിനെ അംഗീകരിക്കുകയല്ലേ വേണ്ടത്. അല്ലെങ്കിൽ അതിനെ നമ്മളിപ്പോൾ എന്താ പറയുക, ചരിത്രത്തെയൊക്കെ നമ്മൾ അടയാളപ്പെടുത്തുന്നത് എങ്ങനെയാണ്, ആ കാലഘട്ടത്തിൽ പുസ്തകങ്ങളിൽ എങ്ങനെയാണ് സ്ത്രീ പുരുഷ ബന്ധങ്ങൾ അടയാളപ്പെടുത്തുന്നത്. നമ്മളിപ്പോൾ പറയും സംഘകാലം വളരെ മനോഹരമായിരുന്നു, സംഘകാലത്ത് ഒരു പെൺകുട്ടിയെ ഒരാൾക്ക് വിവാഹം കഴിക്കാൻ താല്പര്യം തോന്നി അവളുടെ വീടിൻ്റെ മുമ്പിൽ പൊയ്ക്കാൽ കുതിരയിൽ വന്നിരുന്ന് ആത്മഹത്യ ഭീഷണി മുഴക്കിയിട്ടാണ് ഒരാൾ പെൺകുട്ടിയുടെ മനസ്സ് കീഴടക്കാൻ ശ്രമിച്ചിരുന്നത്. സ്ത്രീകൾക്ക് വലിയ സ്വാധീനമായിരുന്നു. അപ്പോൾ നമ്മൾ അക്കാലത്തെ കൃതികളിലൂടെയാണ്. അപ്പോൾ ഒരു കാലത്ത് ഈ ലോകം മുഴുവൻ നശിക്കപ്പെട്ടാലും ഇങ്ങനെയുള്ള സംവിധാനങ്ങളിലൂടെ ഇത്രയും മനുഷ്യർ സജീവമായിട്ട് നിലനിന്നിരുന്നൊരു മണ്ഡലമാണ് നമ്മുടെ സാഹിത്യം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഡെമോക്രസിയുടെ ഒരു സിസ്റ്റത്തിലേക്ക് വളരുന്നത് തീർച്ചയായിട്ടും വളരെ നല്ല കാര്യമാണ്. അത് നമ്മൾ മാധവിക്കുട്ടിയിലാണ് പറഞ്ഞു തുടങ്ങിയത്. മാധവിക്കുട്ടിയെ പറ്റി പറയുമ്പോൾ നമ്മൾ പറഞ്ഞു, മാധവിക്കുട്ടി പണ്ട് മാതൃഭൂമിയുടെ കഥാമത്സരത്തിന് ജഡ്ജായിട്ടിരുന്നിട്ട് മാധവിക്കുട്ടി ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തി. ഒരു 45 വർഷം മുൻപാണ്. ഒരാൾ കഥ എഴുതാൻ തുടങ്ങുമ്പോൾ അയാൾ മതം മാറുന്നു എന്ന്. അപ്പോൾ പിൽക്കാലത്ത് അതിനും ഒരു 10-20 വർഷത്തിന് ശേഷമാണ് അവരുടെ പ്രശസ്തമായ മതം മാറ്റമൊക്കെ പിന്നീടുണ്ടായത്. പക്ഷേ അതിനും എത്രയോ വർഷം മുമ്പ് അവർ പറഞ്ഞ പ്രസ്താവന വളരെ സത്യമാണ്. അതായത് ഒരാൾ കഥ എഴുതാൻ തുടങ്ങുമ്പോൾ അതുവരെയുള്ള അയാളുടെ വ്യവസ്ഥാപിതമായ ഒരു മതത്തിൽ നിന്ന് അയാൾ മാറി വ്യതിചലിക്കുന്നു എന്നുള്ളൊരു സത്യം തന്നെയാണ്. അതുവരെ നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ ഒരു സൗഹൃദത്തിൽ, നിങ്ങളുടെ ഒരു കാഴ്ചയിൽ എപ്പോഴും നിങ്ങൾ കഥ കണ്ടെടുക്കാനുള്ള, കഥയ്ക്ക് വേണ്ടി നോട്ടമെറിയുന്ന, അല്ലെങ്കിൽ കഥയുടെ കടലിൽ മീൻ പിടിക്കാൻ ഇറങ്ങുന്ന ഒരു തൊഴിലാളികൾ തന്നെയായിട്ട് നിങ്ങൾ മാറുകയാണ്. അവിടെ വെച്ചിട്ട് നമ്മൾ ഈ കഥയെഴുത്ത് ഒരുപക്ഷെ എനിക്ക് തോന്നിയിട്ടുണ്ട്, നോവൽ പോലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നോവലാണെങ്കിലും അതിന് എഴുതാൻ സ്വാതന്ത്ര്യം കൂടുതലാണ്. അതല്ലെങ്കിൽ നോവൽ കുറച്ചുകൂടി സ്വാതന്ത്ര്യം തരുന്ന ഒരു മണ്ഡലമാണ്. പക്ഷേ കഥ അങ്ങനെയല്ല. കഥയുടെ ഓരോ ഘടനയിലും കഥയുടെ ആദ്യം മുതൽ അവസാനം വരെ പൂർണ്ണമായിട്ടും എഴുതിക്കഴിഞ്ഞ് അത് നമ്മൾ മനസ്സിൽ എഴുതാൻ തുടങ്ങും. പക്ഷെ അതിനെ എഴുതാൻ തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതോ ഒരു കടലിൽ ഒരു വള്ളം ഇറക്കുന്ന ഒരാളെ പോലെയാണ്. അയാൾ കാറിലും കോളിലും പിന്നെ അയാൾ ഏതൊക്കെയോ തീരത്തേക്ക് അടിയുകയാണ്. അതിൻ്റെ അത് എഴുതുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും എഴുതാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ ഒരു ആനന്ദം നമുക്കറിയാം. അതിൻ്റെ ആ കടലിലേക്ക് നമ്മൾ ഇറങ്ങി ഏതോ ഒരു
നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുന്ന ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ മനസ്സിൽ തയ്യാറാക്കി വെച്ച കഥയല്ല നമ്മൾ എഴുതി വരുമ്പോൾ ഏതോ തീരത്തേക്ക് നമ്മുടെ വള്ളത്തെ ആരോ കൊണ്ടുപോകുന്നതായിട്ടുള്ള ഒരു അനുഭവത്തിലൂടെ കടന്നു പോകും. അപ്പോഴാണ് ശരിക്കും നിങ്ങൾ തിരിച്ചറിയുന്നത് നിങ്ങളൊരു റൈറ്ററായി കഴിഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളൊരു എഴുത്തുകാരിയായി കഴിഞ്ഞു എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. പിന്നീട് നമ്മൾ അക്കാലത്ത് നമ്മളിപ്പോൾ കഥയിലെ അനുഭവത്തെക്കുറിച്ചിൻ്റെ തലത്തെക്കുറിച്ച് പറഞ്ഞു. ഇതിൻ്റെ അനുഭവവും ജീവിതവും രണ്ടും രണ്ടല്ല. ഞാൻ ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്തൊരു ചെറിയ ഗ്രാമത്തിലാണ് എൻ്റെ വീട്. അവിടെ ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ബസ് വരുന്നത് തന്നെ. അപ്പോൾ അവിടെ മൺപാതകൾ മാത്രമുള്ള ഒരു സ്ഥലമാണ്. എൻ്റെ വീട്ടിലാണെങ്കിൽ നിരന്തരം സംഘർഷങ്ങളാണ്. എൻ്റെ അച്ഛൻ 7ാം ക്ലാസ്സിൽ, ഞാൻ 7 വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചുപോയി. പിന്നെ അമ്മയുടെ ഒരു ജോലിയാണുള്ളത്. ഞങ്ങൾ സാമ്പത്തികമായിട്ടും വളരെ തകർന്ന് എന്ത് ചെയ്യണം എന്നറിയാതെ നിന്നിരുന്ന ഒരു വീടാണ്. പക്ഷേ അപ്പോഴും എൻ്റെ ഒരു പ്രൈമറി സ്കൂൾ ടീച്ചറായിരുന്ന അമ്മ എനിക്ക് നല്ല നല്ല പുസ്തകങ്ങൾ, ഞങ്ങൾക്കൊരു മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് വാങ്ങണമെങ്കിൽ 6 കിലോമീറ്റർ ദൂരെയുള്ള ഇരിങ്ങാലക്കുടയിൽ പോകണം. പക്ഷെ അപ്പോഴും അങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിപ്പിക്കണം. എഴുത്ത് എന്തോ ഒരു വലിയ പ്രക്രിയയാണെന്നുള്ളൊരു തോന്നലുണ്ട്. അത് മൊത്തത്തിൽ തൃശ്ശൂരിൻ്റെ അന്തരീക്ഷത്തിലുണ്ട്. നമ്മൾ തൃശ്ശൂരിനെ പറ്റി പറയുമ്പോൾ പറയില്ലേ, തൃശ്ശൂർ റൗണ്ടിൽ പണ്ടൊക്കെ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് പറയും, തൃശ്ശൂർ റൗണ്ടിൽ നിങ്ങൾ കാണുന്ന 5 പേരിൽ ഒരാളോട് ചോദിക്കാം പുതിയ കവിത ഏതാ, പുതിയ കഥ ഏതാന്ന്. കാരണം അത്രയധികം കവികളും കഥാകാരന്മാരും നിറഞ്ഞ, അല്ലെങ്കിൽ അതിനോട് സജീവമായ താല്പര്യം നിലനിർത്തുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. പിന്നീട് ഞാൻ എപ്പോഴോ ഇന്ത്യ ടുഡേയിൽ ഒരു ഫീച്ചർ വായിച്ചിട്ടുണ്ട് നെടുമങ്ങാടിനെ പറ്റിയിട്ട്. നെടുമങ്ങാട് ഒരു ഗ്രാമം മുഴുവൻ, തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് ഒരു ഗ്രാമം മുഴുവൻ കവികളാണെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ പറഞ്ഞ പോലെ തൃശ്ശൂരിൻ്റെ അന്തരീക്ഷത്തിൽ ഒരു കഥയോടും കവിതയോടും ഒക്കെയുള്ള ഒരു സ്നേഹം നിലനിൽക്കുന്നുണ്ട്. പിന്നീട് ഞാനത് തിരിച്ചറിഞ്ഞത് കോട്ടയത്ത് വന്നപ്പോഴാണ്. ഞാൻ എസ് ഹരീഷ് എവിടെയോ പറഞ്ഞത് വായിച്ചിട്ടുണ്ട്. കോട്ടയത്ത് നിങ്ങളോട് ഒരു നോവൽ എഴുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കും എന്ത് കിട്ടി എന്ന് ചോദിക്കും. കോട്ടയംകാർ അടിസ്ഥാനപരമായി അതാണ് അതിൻ്റെ ഒരു എന്ത് കിട്ടി എന്നതിലേക്കാണ് അത് പോകുന്നത്. ഒരു തൃശ്ശൂർക്കാരൻ ഒരിക്കലും അങ്ങനെ ചോദിക്കില്ല. കവനത്തിന് കാശ് കിട്ടണം പോൽ ശിവനെ സാഹിത്യത്തെ എവിടിശയോ എന്നൊക്കെ ചോദിക്കുന്നവർ തന്നെയായിരിക്കും ഇപ്പോഴും അവിടെയുള്ളവർ. അറിയില്ല, ഞാൻ 25 കൊല്ലം എങ്കിലും തൃശ്ശൂരിൻ്റെ ഒരു പൊതു സ്വഭാവം അതിനോടൊരു ബഹുമാനം സൂക്ഷിക്കുന്നവരാണ്. അപ്പം ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ അപ്പം ഞാൻ വിചാരിച്ചു, അപ്പോൾ ഇത്തരം എഴുത്തുകാരുടെ ക്യാമ്പുകളിലും ഇതുപോലെ നമ്മൾ പങ്കെടുക്കുകയും കേൾക്കുകയൊക്കെ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു, എഴുത്തുകാരിക്ക് അനുഭവം ഉണ്ടാവണമെങ്കിൽ അവളുടെ ജീവിതം ഭയങ്കര ഡിഫറൻ്റ് ആവണം, ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു പോകണം. അപ്പോൾ അതിന് നോക്കിയപ്പോൾ ഏറ്റവും നല്ല തൊഴിൽ പത്രപ്രവർത്തനമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു പത്രപ്രവർത്തനത്തിന് ചെന്നു. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് ഞാൻ ഒരു കുടുക്കിലാണ് പെട്ടത് എന്ന് മനസ്സിലായത്. ഞാൻ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ ഒരു നിയന്ത്രണവും ഇല്ലായിരുന്നു. നമുക്ക് എവിടെ വേണമെങ്കിലും എഴുതാം, കഥയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിയന്ത്രണങ്ങൾ വരാൻ തുടങ്ങി. പറഞ്ഞതുപോലെ ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് കിരീടവാഴ്ചകളും വീഴ്ചകളും യുദ്ധങ്ങളും, ഈ പറഞ്ഞതുപോലെ അന്നത്തെ എഴുത്തുകാർ പറഞ്ഞ യുദ്ധങ്ങളൊക്കെ ഉണ്ടല്ലോ, യുദ്ധങ്ങളുടെ സദ്ദാം ഹുസൈൻ വാഴുന്നതും വീഴുന്നതും യുദ്ധവും, അങ്ങനെ യുദ്ധങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ അനുഭവങ്ങൾ ഒരു സമുദ്രം പോലെ കിടക്കുന്നതിന് എൻ്റെ കഥയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. അപ്പോൾ അനുഭവം എന്ന് പറയുന്നതും കഥയാക്കാൻ പറ്റുന്ന അനുഭവം എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. അനുഭവം എന്ന് പറയുന്നത് ഒരു പത്രപ്രവർത്തകയ്ക്ക് ധാരാളം അനുഭവങ്ങൾ കിട്ടും. അപ്പോഴാണ് ഞാൻ അടുത്ത തട്ടകത്തിലേക്ക് മാറാമെന്ന് വിചാരിച്ച് കോളേജിലേക്ക് വരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു പഴയ അധ്യാപകരൊക്കെ ഓർത്ത് ഇഷ്ടം പോലെ സമയമായിരിക്കും, വായനയും എഴുത്തും തകൃതിയായിരിക്കും. അവിടെ ചെന്നപ്പോഴാണ് ഇത് വേറൊരു ലോകമാണ്. പിള്ളേരുടെ ഓരോരുത്തർ വിളിക്കും, മിസ്സേ ഗൂഗിൾ പേ ചെയ്യും, 100 രൂപ ഗൂഗിൾ പേ ചെയ്യും, ഞാൻ ഹോട്ടലിൽ ബില്ല് കൊടുക്കാനില്ലാതിരിക്കുക എന്ന് പറയും. ചിലർ ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കും, ചിലർ വിളിച്ചിട്ട് പറയും ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോയി, ബ്രേക്കപ്പ് എനിക്ക് താങ്ങാൻ വയ്യ, ഞാൻ ഇപ്പം ആത്മഹത്യ ചെയ്യുമെന്ന് പറയും. അപ്പോൾ ഈ ഒരു സംഘർഷത്തിൽ ഒരു ടീച്ചറുടെ അനുഭവം, ഞാൻ പഠിച്ചിരുന്ന കാലത്ത് ഒരു ടീച്ചറുടെ ഫോൺ നമ്പർ നമ്മുടെ കയ്യിൽ തരില്ല. ഒരു ടീച്ചറുടെ ഫോൺ നമ്പർ നമുക്ക് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ടീച്ചർ ഒരു മെൻറ്ററാണ്. അപ്പോൾ ടീച്ചർ നിർബന്ധമായിട്ടും ടീച്ചറും കുട്ടികളും തമ്മിൽ സ്വാഭാവികമായ ബന്ധമുണ്ട്. അതിൻ്റെ കൂടെ അവരുടെ ഇത്തരം ഓരോ വൈകാരികവും അവരുടെ ഇത്തരം കാര്യങ്ങൾക്ക് നമ്മൾ അഡ്രസ്സ് ചെയ്യണം. അപ്പോൾ ആദ്യമൊക്കെ എനിക്കത് ഭയങ്കര രസമായിരുന്നു. ഞാൻ ചെന്ന ഉടനെ തന്നെ എൻ്റെ ക്ലാസ്സിൽ എൻ്റെ ക്ലാസ്സിൽ സ്വാഭാവികമായിട്ടും കുട്ടികൾ ഉറങ്ങും. അപ്പോൾ ഉറങ്ങുമ്പോൾ ഞാൻ അവരോട് ചോദ്യം ചോദിക്കുമ്പം
ഇവർ അപ്പോൾ ഇത് എന്തെങ്കിലും ചോദ്യം ചോദിക്കും. ഞാൻ പഠിപ്പിക്കുന്ന അന്ന് പത്രപ്രവർത്തനം ഓരോ പേപ്പറുകളെ പറ്റി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അപ്പോൾ എനിക്ക് ക്ലാസ്സിലൊരു PWD കോട്ടയിൽ വന്നൊരു കുട്ടിയുണ്ട്. വയ്യാത്ത കുട്ടിയാണ്, അവൻ സ്പെഷ്യൽ കുട്ടിയാണ്. പക്ഷെ അവന് കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാം. അപ്പോൾ അവൻ എനിക്ക് ക്ലാസ്സിൽ ഉറങ്ങുന്നവരെയൊക്കെ കാണിച്ചു തരും, അവരോട് ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു പ്രാവശ്യം കോളേജിൽ നിന്ന് ഫൈനൽ ഇയറിൽ ടൂറ് പോകുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇദ്ദേഹമാണ് മുമ്പിൽ, നല്ല കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് കുട്ടപ്പനായിട്ട് ബസ്സിൻ്റെയൊക്കെ മുമ്പിൽ നിന്നുള്ള പല ഫോട്ടോകൾ എനിക്ക് നമുക്കൊക്കെ അയച്ചു തന്നൊക്കെ തന്നു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ടൂറൊക്കെ കഴിഞ്ഞ് ആഘോഷമൊക്കെ കഴിഞ്ഞ് അവൻ തിരിച്ചു വന്നു. ഒരു ദിവസം ഞാൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇവൻ അവിടെ നിൽക്കുകയാണ്, ആകെ ടെൻഷനില്ല. അപ്പം ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അപ്പോൾ പറഞ്ഞു, മിസ്സേ എനിക്ക് ടൂറ് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വീട്ടിലെ പശുവിനെ വിറ്റു. ഞങ്ങളുടെ വീട്ടിലാകെ എൻ്റെ അച്ഛൻ തളർന്നു കിടക്കുകയാണ്, അമ്മയ്ക്കും ഗുരുതരമായ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റാണ്, അമ്മൂമ്മ വീട്ടുജോലിക്ക് പോയിട്ടാണ് കുടുംബം നോക്കുന്നത്. അപ്പോൾ ഇവന് ടൂറ് പോകാൻ പൈസ ഇല്ലാതെ വന്നപ്പോൾ വീട്ടിലെ ഏക വരുമാന മാർഗമായ പശുവിനെ വിറ്റു. പശുവിനെ വിൽക്കുമ്പോൾ ഇവനൊരു കള്ളത്തരം ചെയ്തു. പശുവിന് 10 ലിറ്റർ പാല് കിട്ടുമെന്ന് അവൻ ഓഫർ ചെയ്തു. പക്ഷെ പശുവിന് 1 ലിറ്റർ പാലേ ഉള്ളൂ. അപ്പോൾ ഈ ഫോൺ ചെയ്യുന്നത് 10 ലിറ്റർ പാല് കിട്ടുമെന്ന് പറഞ്ഞ് അവൻ വിറ്റ പശുവിൻ്റെ ഉടമസ്ഥനാണ്. അപ്പോൾ ആ പശു, എനിക്കപ്പം മനസ്സിൽ ഈ പശുവും ഈ എന്താ പറയുക, ഈ 1 ലിറ്റർ പാലും ഇവൻ്റെ കൂളിംഗ് ഗ്ലാസ് വെച്ചുള്ള ഫോട്ടോയും ഒക്കെ കൂടി ചേർന്ന് നമ്മളെ ഒരു വല്ലാത്ത ലോകത്തിലാക്കും. അപ്പോൾ ഞാൻ അവനെ പറ്റി ഒരിക്കലും കഥ എഴുതില്ല. നമ്മൾ ശരിക്കും സത്യത്തിൽ പറഞ്ഞാൽ നമ്മൾ അനുഭവിച്ച റിയാലിറ്റി ആ സമയത്തിലൂടെ നമ്മുടെ മനസ്സിലൂടെ കടന്നുപോയ വികാരങ്ങൾ പലതരത്തിലാണ്. അതുപോലെ ഞാൻ പത്രപ്രവർത്തകയായിരുന്ന സമയത്ത് സുനിത കൃഷ്ണൻ എന്ന് പറയുന്ന, നമ്മളറിയാലോ, സുനിത കൃഷ്ണൻ അവാർഡ് കൊടുക്കുന്ന ഒരു ചടങ്ങിൽ ഞാൻ പങ്കെടുക്കണ്ടായി. അപ്പോൾ സുനിത കൃഷ്ണൻ അന്ന് പറയുന്നുണ്ടായിരുന്നു, ചെറിയ കൊച്ചുകുട്ടികളെ വേശ്യാവൃത്തിക്ക് ഏർപ്പാടാക്കുന്ന കേന്ദ്രങ്ങളിൽ അവിടെ രക്ഷിക്കുന്ന പ്രവർത്തനമാണ് സുനിത ചെയ്യുന്നത്. സുനിതയും ഒരു കാലത്ത് റേപ്പ് വിക്റ്റിമായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ സുനിത പറഞ്ഞൊരു അനുഭവമുണ്ട്. ഒരു ഇത്തരം കേന്ദ്രം റെയ്ഡ് ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോൾ ഒരു 10 വയസ്സുള്ള കുട്ടിയുടെ ശരീരഭാഗത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു ബിയർ കുപ്പി ഇറക്കിയിട്ട് ഒരാൾ ആനന്ദിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇയാളും ഈ കുട്ടിയും ചെല്ലുന്നതിൻ്റെ ഡോറ് തുറന്ന വഴിക്ക് ഈ കുട്ടിയുടെ ഇവരെ കണ്ട ഭയത്തിൽ ഈ കുപ്പി പൊട്ടി. അപ്പോൾ ആ കുട്ടിയുടെ ഒരു അവസ്ഥ ആലോചിക്കും. അപ്പം നമ്മൾ പലപ്പോഴും എന്താ പറയുക, അനുഭവം എന്ന് പറയുന്നതിൻ്റെ അത് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നൊരു ഷോക്കുണ്ട്. പക്ഷെ നമുക്കൊരിക്കലും പലപ്പോഴും നമുക്കത് കഥയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. നമ്മളെപ്പോഴും പറയും തീവ്രമായ അനുഭവങ്ങളെ കഥയിലേക്ക് ആവിഷ്കരിക്കാൻ എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ ഒരു പ്രക്രിയയല്ല. പക്ഷെ അതേസമയം എഴുത്തുകാർക്ക് ഉള്ള ഒരു സ്വാതന്ത്ര്യത്തെക്കുറിച്ച് എനിക്ക് പത്രപ്രവർത്തകയായിരുന്ന സമയത്തൊരു അനുഭവത്തിൽ നിന്നുണ്ട്. അതായത് ഞാൻ ഒരു വൈകുന്നേരം ഈ പറഞ്ഞ പോലെ പത്രം ഓഫീസിലിരിക്കുകയാണ്. അപ്പോൾ ഒരു വാർത്ത വരികയാണ്. ഒരു പെൺകുട്ടി അവൾക്ക് അരയ്ക്ക് കീഴെ തളർന്ന ഒരു പെൺകുട്ടി. അവൾ ഒരു ശ്രീലങ്കക്കാരനായ ലണ്ടനിൽ ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരന് പറ്റിച്ചിട്ട് പണം തട്ടി ആ കേസിൽ അറസ്റ്റിലായെന്നാണ് വാർത്ത. തട്ടിപ്പ് കേസിൽ പെൺകുട്ടി പിടിയിൽ എന്നാണ് സ്വാഭാവികമായിട്ടും പത്രത്തിലെ വാർത്തയുടെ തലക്കെട്ട്. താഴോട്ട് ഞാൻ വായിച്ചു നോക്കിയപ്പോൾ കോയമ്പത്തൂരാണ് ഈ കുട്ടിയുടെ സ്ഥലം. പൂങ്കൊടി എന്നാണ് അവളുടെ പേര്. പൂങ്കൊടി ഇൻ്റർനെറ്റ് ഇങ്ങനെ സമൂഹമാധ്യമ ചാറ്റൊക്കെ തുടങ്ങിയ സമയത്ത് ഇവൾ ലണ്ടനിലുള്ള ഒരു ചെറുപ്പക്കാരനുമായിട്ട് ചാറ്റ് തുടങ്ങിയപ്പോൾ ഇവളാണെങ്കിൽ ഇവളെ ഒരിക്കൽ ഒരു പള്ളിക്കാരൊക്കെ ഇടപെട്ട് അവളെ വിവാഹം കഴിപ്പിച്ച് അയച്ചതാണ്. അവൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പള്ളിക്കാർ കൊടുത്ത സ്വർണവും പണവും ഒക്കെ വാങ്ങിക്കഴിഞ്ഞ് ഇവളെ സുന്ദരമായിട്ട് ഉപേക്ഷിച്ച് അവൻ്റെ പാട്ടിന് പോയി. അപ്പോൾ ഇവൾ ശരിക്കും വിവാഹം കഴിഞ്ഞ് ഉപേക്ഷിക്കപ്പെട്ട പെൺകുട്ടിയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ചെറുപ്പക്കാരനുമായിട്ട് ചാറ്റ് വരുന്നത്. അപ്പോൾ അവൾക്കതൊരു ആശ്വാസമായി. അവൾ ആ ചെറുപ്പക്കാരനുമായിട്ട് നിരന്തരം ചാറ്റ് ചെയ്യാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവൻ ചോദിച്ചു, നിൻ്റെ ഒരു ഫോട്ടോ അയച്ചു തരുമെന്ന് പറഞ്ഞു. അപ്പോൾ അവളെ കാണാൻ അത്ര പൊതു കാഴ്ചപ്പാടിൽ സുന്ദരിയല്ല. അപ്പോൾ അവൾ എന്ത് ചെയ്തു, അക്കാലത്തെ ഏറ്റവും സുന്ദരിയായ ഒരു സിനിമാ നടിയുടെ പടം എടുത്ത് ഈ ലണ്ടനിലുള്ള ചെറുപ്പക്കാരൻ അയച്ചു കൊടുത്തു. ഈ പടം കിട്ടിയത് മുതൽ ഈ ചെറുപ്പക്കാരൻ അവൾക്ക് നിരന്തരം സമ്മാനങ്ങൾ അയക്കാൻ തുടങ്ങി. അത് ഒന്നും അവളുടെ ആവശ്യപ്രകാരമായില്ല. ഇത്ര സുന്ദരിയായ ഒരു പെൺകുട്ടിക്ക് അദ്ദേഹം ഉപഹാരങ്ങൾ ഇങ്ങനെ നിരന്തരം അയക്കാൻ തുടങ്ങി. ഇത് ഉപഹാരങ്ങൾ കിട്ടിയാൽ നിരന്തരം ആ പ്രായത്തിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് റിജക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അവളും വാങ്ങിക്കൊണ്ടിരുന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇവളെ കണ്ടേ പറ്റൂ.
അവൻ ഇവളെ കാണാൻ വേണ്ടി വന്നപ്പം ഇവള് ഇങ്ങനെ വീൽ ചെയറിലിരിക്കുന്ന ശരീരം അരയ്ക്ക് കീഴെ തളർന്ന പെൺകുട്ടിയാണെന്ന് കണ്ടു. അവൻ നേരെ പോയി പോലീസിൽ കേസ് കൊടുത്തു, ഇവള് തട്ടിപ്പ് നടത്തി എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഈ വാർത്ത വായിക്കുമ്പോൾ, ഇതൊരു പത്രക്കാരൻ വായിക്കുമ്പോൾ ഈ വാർത്തയിൽ ശരിയാണ്, അവൾ തട്ടിപ്പുകാരി തന്നെയാണ്. പക്ഷെ ഒരു കഥാകൃത്തിന് ഇത് വായിക്കുമ്പോൾ അവൾ തട്ടിപ്പുകാരിയല്ല. സ്നേഹത്തിന് വേണ്ടി അവൾക്കും ദാഹം, എല്ലാ മനുഷ്യരെയും പോലെ നമ്മളൊക്കെ സ്നേഹത്തിന് വേണ്ടി ജീവിക്കുന്ന മനുഷ്യരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരാൾ സ്നേഹം നീട്ടുമ്പോൾ അവൾ സ്നേഹം കൈമാറുന്നു. അയാളൊരു ഫോട്ടോ ചോദിക്കുമ്പോൾ അവൾക്ക് നിരസിക്കാൻ പറ്റുന്നില്ല. തൻ്റെ മുഖത്തിന് ആ സൗന്ദര്യം ഉണ്ടെന്ന് കരുതി സൗന്ദര്യമുള്ള ഒരു പടം എടുത്ത് അയക്കുന്നു. അപ്പോൾ ഒരു പൊതുവിചാരണയിലുള്ളൊരു തെറ്റുകാരിയാണെങ്കിലും ഒരു കഥാകൃത്തിന് തെറ്റുകാരിയല്ല. അപ്പം നമ്മൾ എന്താ പറയുക, കഥാകൃത്തിന് മാത്രം കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യമാണത്. പൊതുസമൂഹത്തിന് ചില നിയമങ്ങളും നിയമാവലികളും ഭരണഘടനയും എല്ലാം ഉണ്ട്, IPCയും എല്ലാം ഉണ്ട്. ഇവിടെ അതൊന്നുമില്ല. കഥാകൃത്തിന് ഈ കഥാപാത്രത്തിൻ്റെ പക്ഷം ചേർന്ന് എഴുതാൻ പറ്റും. ആ ഒരു സ്വാതന്ത്ര്യം അത് കഥ എഴുതുന്നവർക്ക് മാത്രം അനുഭവിക്കാൻ കഴിയുന്നതാണ്. അതായത് പൊതുസമൂഹത്തിൻ്റെ നിയമങ്ങളും ഭരണഘടനയൊന്നും ഒരു കഥാകാരനോ ബാധകമല്ല. അയാൾക്ക് അയാളുടേതായ നിയമാവലിയിലൂടെ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ള ആ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് സത്യത്തിൽ നമ്മളെല്ലാം എഴുതുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞതുപോലെ അനുഭവവും കഥയിലേക്ക് ആവിഷ്കരിക്കപ്പെടുന്ന അനുഭവവും തമ്മിൽ വലിയ ദൂരമുണ്ട്. പണ്ട് TV കൊച്ചുബാവയെ പറ്റി പറഞ്ഞപ്പോൾ തന്നെ TV കൊച്ചുബാവ പണ്ടൊരു കഥ എഴുതിയിരുന്നു. ബംഗ്ലാവ് എന്നാണ് ആ കഥയുടെ പേര്. ആ ബംഗ്ലാവ് എന്നുള്ള കഥയിൽ ഈ പങ്കാളികളെ തമ്മിൽ കൈമാറുന്ന ആളുകളുടെ ഒരു കമ്മ്യൂണിറ്റിയെക്കുറിച്ചാണ് ആ കഥ. അന്ന് ആ കഥ വായിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, കൊച്ചുബാവ എന്ത് കഥയാണ് എഴുതി വെച്ചിരിക്കുന്നത്, ഇങ്ങനെയൊക്കെയല്ലോ. നമുക്ക് വായിക്കുമ്പോൾ തന്നെ ഭയങ്കര അസ്വസ്ഥത തോന്നുന്ന ഒരു സംഗതിയായിട്ട് നമ്മളത് വായിക്കുന്നത്. പിന്നീട് ഒരു 10-20 വർഷത്തിന് ശേഷം ഇന്ത്യയിൽ നമ്മൾ വായിക്കുകയാണ്. ഇന്ത്യയിൽ ഇങ്ങനെ ഉള്ള സംവിധാനങ്ങൾ പല നഗരങ്ങളിലും ഇത്തരത്തിലുള്ള സംഗതി വ്യാപകമാവുകയാണ്. പങ്കാളികളെ തമ്മിൽ കൈമാറുന്ന ഈ പ്രവൃത്തി വ്യാപകമാവുകയാണെന്ന് പറയും. അപ്പം നമ്മൾ പറയും, എഴുത്തുകാർ പലപ്പോഴും കാലത്തിന് മുമ്പേ സഞ്ചരിക്കുന്നവരാണ് എന്ന് പറയും. ഞാൻ മനോരമയിൽ നിന്ന് പോരുന്നതിന് മുമ്പ് അവസാന അഭിമുഖം നടത്തിയത് സുഗതകുമാരിയായിരുന്നു. അപ്പം അന്ന് സുഗതകുമാരി പറഞ്ഞൊരു പ്രസ്താവന എനിക്ക് രസമായിട്ട് തോന്നിയിട്ടുണ്ട്. പലതും നമുക്ക് ഇൻ്റർവ്യൂ നടത്തുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വേദനാജനകമായ ഇൻ്റർവ്യൂ തന്നെയായിരുന്നു എന്ന് പറയാം. കാരണം സുഗതകുമാരി ഇൻ്റർവ്യൂ എന്നത് അത്ര എളുപ്പമുള്ള പ്രവൃത്തിയല്ല. പിന്നീട് പലതരത്തിൽ അതിൻ്റെ പേരിൽ നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ ഇൻ്റർവ്യൂ നടത്തിയപ്പോൾ അവർ പറഞ്ഞൊരു വരി ഞാൻ എപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിക്കാറുണ്ട്. എഴുത്തുകാർ കാട്ടുകിളികളെ പോലെയാണ്. അവർക്ക് കാലത്തിന് മുമ്പേ സഞ്ചരിക്കാനുള്ളൊരു സിദ്ധി അവർക്കുണ്ട്. ഈ ഒരു പ്രസ്താവന പിന്നീട് നമ്മൾ ആലോചിക്കുന്നത് പ്രളയത്തിൻ്റെ സമയത്താണ്. നമ്മൾ പറഞ്ഞു, പ്രളയത്തിൽ വന്യമൃഗങ്ങൾക്കൊന്നും ഒരു തട്ടുകേട് പറ്റിയില്ല, പറ്റിയത് മുഴുവൻ നമ്മൾ വീട്ടിൽ കെട്ടിയിട്ട മൃഗങ്ങൾക്ക് മാത്രമാണ്. അപ്പോൾ അവർക്ക് കാട്ടുകിളികൾക്ക് പോലുള്ളൊരു ദീർഘവീക്ഷണം എഴുത്തുകാർക്കും ഉണ്ടാവും എന്നത് തന്നെയായിരിക്കും. അതുകൊണ്ടായിരിക്കും നമ്മൾ എഴുത്തച്ഛനെ കുറിച്ചൊക്കെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ പറയുമല്ലോ, അറം പറ്റുമെന്ന് പേടിച്ചിട്ടാണ് എഴുത്തച്ഛൻ കിളിയെ കൊണ്ട് പാടിച്ചത്. കുമാരനാശാൻ ഹന്ത താഴുന്നു എന്നൊക്കെ പറഞ്ഞതിനെ തുടർന്നാണ് അദ്ദേഹം മരിച്ചത് എന്നൊക്കെ നമ്മൾ അന്ധവിശ്വാസം പറയുമല്ലോ. പക്ഷേ എഴുത്തുകാർക്ക് ഈ ഒരു സിദ്ധി അവർക്ക് പോലും അറിയാതെ അവരുടെ മേൽ നിയന്ത്രണം സംഭവിക്കുന്ന തരത്തിൽ അവരുടെ മേൽ മറ്റാരുടെയോ ഒരു അദൃശ്യ ശക്തിയുടെ ഒരു കരുത്ത് കടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ മറ്റൊന്ന് നമ്മളിപ്പോൾ പറഞ്ഞു, പ്രതിപക്ഷത്ത് നിൽക്കാനുള്ള ഒരു കഴിവ്, ഈ നിയമങ്ങൾ അനുസരിക്കേണ്ടതില്ലാത്ത ഒരു ധാർഷ്ട്യം എഴുത്തുകാരനുണ്ട്. അത് പറയുമ്പോൾ നമ്മൾ KC നാരായണൻ്റെ ഒരു ലേഖനം ഉണ്ട്, മലയാളിയുടെ രാത്രികൾ. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. കഥകളിയിൽ നായകൻ വെറുതെ അങ്ങ് കടന്നു വരും, പക്ഷെ പ്രതിനായകന് പ്രത്യേക ചടങ്ങുകളോട് കൂടിയിട്ടാണ് കടന്നു വരുന്നത്. മലയാളിക്ക് അടിസ്ഥാനപരമായിട്ട് നായകനേക്കാൾ പ്രതിനായകനോടൊരു സ്നേഹം കൂടുതലുണ്ട്. അത് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ശരിയാണ്. നമ്മൾ വായിക്കുമ്പോൾ CV രാമൻ പിള്ളയുടെ ചരിത്ര നോവലുകളെല്ലാം കുടുംബത്തെ, തിരുവിതാംകൂർ രാജവംശത്തോടുള്ള കൂറ് പ്രഖ്യാപിക്കാൻ വേണ്ടി എഴുതപ്പെട്ടവയാണ് CV രാമൻ പിള്ളയുടെ മറ്റ് 3 നോവലുകളും. മാർത്താണ്ഡവർമ്മയാകട്ടെ, ധർമ്മരാജയാകട്ടെ, രാമരാജ ബഹദൂർ ആവട്ടെ, തിരുവിതാംകൂർ രാജവംശത്തോടുള്ള അദ്ദേഹത്തിൻ്റെ കൂറ് പ്രഖ്യാപിക്കാൻ വേണ്ടി എഴുതപ്പെട്ടവയാണ്. പക്ഷേ ആ നോവലിൽ നിറഞ്ഞു നിൽക്കുന്നത് ഹരിപഞ്ചാനനന്മാരാണ്. വില്ലനാണ് അതിൽ നായകനേക്കാൾ സുന്ദരമായ കഥാപാത്രമായിട്ട് കടന്നു വരുന്നത്.
അതുപോലെ കഥകളിയിലും നമ്മൾ ഈ പറഞ്ഞതുപോലെ ദുര്യോധനൻ്റെയും രാവണൻ്റെയും ഒക്കെ വേഷത്തിനാണ് ഭംഗി കൂടുതൽ. അല്ലെങ്കിൽ അതുപോലെ അത് കണ്ടിട്ട് അദ്ദേഹം പറയുന്ന അടുത്ത പോയിൻറ്റും വളരെ സുന്ദരമാണ്. അതായത് ഓണം പോലും മലയാളികളുടെ പ്രതിനായക സങ്കല്പത്തോടുള്ള കൂറാണ് പ്രഖ്യാപിക്കുന്നത്. നമുക്ക് പുതിയൊരു അവതാരം തീർത്ത മഹാവിഷ്ണുവിന് വേണ്ടിയിട്ടല്ല നമ്മൾ ചിങ്ങമാസത്തിൽ കാത്തിരിക്കുന്നത്. നമ്മൾ അസുരരാജാവായ മഹാബലിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ വർഷവും കാത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രതിനായക സങ്കല്പത്തോടുള്ള ഒരു കൂറ്, അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷത്ത് നിൽക്കാനുള്ള, അല്ലെങ്കിൽ അവഗണിക്കപ്പെട്ടവൻ്റെ കൂടെ നിൽക്കാനുള്ള, നിയമം തള്ളിക്കളയുന്നവൻ്റെ കൂടെ നിൽക്കാനുള്ള ഒരു ശേഷി ആർജിച്ചെടുക്കാൻ അത് എഴുത്തുകാർക്കുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എഴുത്തുകാരിയെ സംഭവിച്ചാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ അനുഭവക്കുറവല്ല അവളെ പിന്നോട്ട് വലിക്കുന്ന ഘടകം, അവളുടെ സമയക്കുറവ് തന്നെയാണ്. അല്ലെങ്കിൽ ജീവിതത്തിലെ ഒരു പ്രധാന ഘട്ടങ്ങൾ അത്രയും മറ്റു പലർക്കും വേണ്ടി ജീവിച്ച് ഇപ്പോഴൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മൾ നമ്മുടെ സമയം ടൈം കണ്ടെത്തണം, നമുക്ക് വേണ്ടി ജീവിക്കണം എന്നൊക്കെ ഇപ്പോഴത്തെ ഏറ്റവും ചെറിയ ജനറേഷനോട്. അതുകൊണ്ടുണ്ടായൊരു സംഭവം, കേരളത്തിൽ പെൺകുട്ടികൾ ഇപ്പോൾ വിവാഹം കഴിക്കാൻ തയ്യാറാവുന്നില്ല എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും ഒരു ചിന്ത കടന്നു വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെയൊക്കെ കാലത്ത് നമ്മുടെ പാരൻസ് പറഞ്ഞു പഠിപ്പിക്കുന്നത് നിങ്ങൾ മറ്റേയാൾക്ക് വേണ്ടി ജീവിക്കണം, കുടുംബത്തിന് വേണ്ടി ജീവിക്കണം, ഭർത്താവിന് വേണ്ടി ജീവിക്കണം എന്നൊക്കെ അത്രയൊന്നും പറഞ്ഞു പഠിപ്പിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ ഉള്ളിലൊരു പൊതുസമൂഹത്തിന് അത്തരം ചില ബോധ്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ തരത്തിൽ ഒരു നമ്മൾ പറയുന്ന ഒരു 4-5 വർഷത്തിനുള്ളിൽ കാലം നന്നായി ഇത്തരത്തിൽ ഈ രീതിയിൽ പരിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ കാലത്ത് എഴുതുന്നവർക്ക് കൂടുതൽ സ്വാതന്ത്ര്യവും ചരിത്രപരമായിട്ടുള്ള ബോധ്യങ്ങളും കൂടുതൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. നമുക്ക് ബാക്കി കൂടുതൽ ചർച്ചകൾ പിന്നീട് നടത്താം എന്ന് കരുതുന്നു.